വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന BJPയുടെ നിർദ്ദിഷ്ട പദ്ധതി അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അത് ഓർഡിനൻസ് രൂപേണ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭയിലോ രാജ്യസഭയിലോ അത് അവതരിപ്പിച്ചാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. ചർച്ച കൂടാതെ അതിനെ പാസ്സാക്കാൻ കഴിയുമോ എന്നുള്ള പദ്ധതിയാണ് ഇവിടെ ആലോചിക്കുന്നത്. അതിനായി പണമിറക്കാനും യാതൊരു മടിയുമില്ല എന്ന തരത്തിലേക്ക് നീങ്ങുകയാണോ? വലിയ ചോദ്യങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ സാക്ഷിയാകും. കാരണം BJPക്കും BJPയുടെ സഖ്യകക്ഷികൾക്കും എല്ലാം കൂടെ ചേർന്ന് ലോക്സഭയിൽ കേവലം 292 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് പാസ്സാക്കണമെങ്കിൽ ലോക്സഭയിൽ തന്നെ കുറഞ്ഞത് 364 വോട്ട് വേണം. നിലവിൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് BJPക്ക് അറിയാം. രാജ്യസഭയിൽ തന്നെ 164 വോട്ട് വേണം. രാജ്യസഭയിൽ ഇപ്പോൾ തന്നെ NDAക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തേക്കുള്ള സീറ്റ് നില മാത്രമേ ഉള്ളൂ, 122 സീറ്റുകൾ. അപ്പോൾ ഇതെങ്ങനെയാണ്? അതുമാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. BJP തന്നെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ TDP ഈ കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. അവർക്ക് ഈ കാര്യത്തോട് പൂർണ്ണമായ യോജിപ്പില്ല. അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യമായ ഒരു ചർച്ച നടത്താൻ താല്പര്യമുണ്ടോ എന്നുള്ളത് വസ്തുതാപരമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് നിലവിലിപ്പോൾ TDP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശ്. മറ്റൊന്ന് ഒഡീസയാണ്. ഇത്തരത്തിൽ ചില സംസ്ഥാനങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് അവരുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നത് എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ പ്രതിപക്ഷത്തെ മുഖ്യധാര പാർട്ടികൾ എടുക്കുന്ന നയം എന്തു തന്നെയായിരിക്കും എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. നിലവിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 37 സീറ്റുകളും നേടിയത് സമാജ്വാദി പാർട്ടിയാണ്. അവിടുത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിലേക്ക് സമാജ്വാദി പാർട്ടി ലോക്സഭയിൽ അവിടുന്ന് ജയിച്ചു കയറി. അതുകൊണ്ട് തന്നെ BJPക്ക് വിലങ്ങുതടിയാകുന്ന നിർണായകമായ പല നിമിഷങ്ങളുമുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വല്ലാതെ അലട്ടുന്നുണ്ട്. യാഥാർത്ഥ്യത്തോട് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വിവാദ നടപടികൾ പിൻവലിക്കേണ്ടതാണ് എന്ന AICCയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്നത്. AICC കൃത്യമായി പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിൽ അട്ടിമറികൾ നിരവധി സംഭവിക്കാൻ ഇടയുണ്ട്. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. 79ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സുതാര്യത ഇനിയും വ്യക്തമാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.